ഈ വർഷത്തെ ആദ്യത്തെ സ്കൂൾ ദിവസമാണിന്ന്. പ്രത്യേകിച്ച് മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവനെ റെഡിയാക്കാനായിട്ട്. സ്കൂളിലേക്ക് പോകാനായിട്ട് പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഉന്മേഷമായിരിക്കും സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് കാണിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമാവും. സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ തലേന്ന് നഖമൊക്കെ മുറിച്ച് വൃത്തിയാക്കി ഹെയർ കട്ട് ചെയ്തു. അങ്ങനെ നെസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. വെക്കേഷൻ ടൈമിലേക്ക് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിനാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആവാനായിട്ടുണ്ട്. അതുമാത്രമല്ല ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ സ്ട്രിക്റ്റ് ഒക്കെ കാണിച്ച് അവരെ പിണക്കാനും പറ്റില്ല. അവർ ഹാപ്പി ആയിട്ട് സ്കൂളിൽ പോയിട്ട് വരണം. കുറച്ച് ദിവസം നമ്മളും സെറ്റ് ആവാനായിട്ടുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് പോലെ തന്നെ പാരൻസും അതുപോലെ കുട്ടികളെ സ്കൂളിൽ റെഡിയാക്കാനായിട്ട് ഒന്ന് ശീലിക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം അവന് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് സോനു അവൻ്റെ കുറച്ച് റൂൾസ് ഒക്കെ ഇറക്കുന്നത്. സോനുവിന് ഗീ റൈസിൽ ഉള്ളി ഇടുന്നത് ഇഷ്ടമല്ല. എപ്പോഴും ഒരു വട്ടം ഞാൻ ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം അവന് കറികളിലോ ഒക്കെ ഉള്ളി കാണുന്നത് ഇഷ്ടമല്ല. അത് കരയിക്കുന്ന ഒരു സാധനമാണെന്നുള്ളൊരു ഭാവത്തിലാണ് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഭക്ഷണം, വെള്ളം, സ്നാക്സ് എല്ലാം റെഡിയാക്കി ബാഗിലാക്കി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുന്നേ പഠിച്ച സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ പോകേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴും പോകുന്ന ഓട്ടോയിൽ തന്നെയാണ് വിടുന്നത്. സ്ഥിരം കുട്ടികൾ തന്നെയാണ്. സോ സ്കൂൾ തുറക്കാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവനൊന്നും തോന്നുന്നില്ല. LKG UKG പോയതുപോലെ തന്നെ 1ാം ക്ലാസ്സിൽ പോകുന്നു എന്നുള്ളൊരു ഫീൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പുതിയൊരു കാര്യം ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ദിവസവും സ്കൂളിലേക്ക് റെഡി കഴിഞ്ഞാൽ പുറത്തെ സിറ്റ് ഔട്ടിലേക്ക് ഇരുന്ന് ഇതുപോലെ ന്യൂസ് പേപ്പറിൽ ഒരു ലൈനെങ്കിലും വായിക്കണം എന്ന നിർബന്ധം പിടിക്കാറുണ്ട്. ഇപ്പോൾ ഏകദേശം മലയാളമൊക്കെ കൂട്ടി വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പത്തിൽ മലയാളം പഠിക്കാനായിട്ടുള്ളൊരു മാർഗം എന്ന് എനിക്ക് തോന്നി. ന്യൂസ് പേപ്പറിൽ ഓരോ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ അവർക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അവർ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് സഹായിക്കാം. അപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ഓട്ടോയിലൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. പോകുന്നത് പോലെ തന്നെ വൈകിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ആകിയിട്ട് പ്രാർത്ഥന തന്നെയായിരുന്നു. വൈകിട്ട് വരുമ്പോഴും ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു പറയാനൊക്കെ ആയിട്ട്. ഒരു വലിയ കുട്ടി കുറച്ച് ദിവസം സ്കൂൾ തുറന്നിട്ടുള്ള ഓഫറാണ്. അവന് ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള സ്നാക്സ് ഒക്കെ റെഡിയാക്കി കൊടുക്കാനായിട്ട് സമയത്താണ് വിശേഷങ്ങളൊക്കെ ചോദിക്കാറുള്ളത്. വീടിന്റെ വീട് സയ്യോന്റെ വീടില്ലേ, ഭാഗത്ത് പോയ ഒരു വൈറ്റ് വീട് കാണിക്കും. അപ്പുറത്തിട്ടോ അപ്പുറത്ത് വൈറ്റ് വീട്. ഐഷയുടെ വീടോ? ഐഷിന്റെ വീട് ദിരുന്റെ വീട് ഇല്ലേ, ഇത്തിരി ദൂരെ പോയാല് ഇല്ലേ ഒരു കുളം ഉണ്ടാവും. ഇത്തിരി ദൂരെ പോയാൽ ഒരു കുളം കാണും. ആ കുളത്തിന്റെ ഇത്തിരി അപ്പുറത്ത് ഇല്ലേ ഐഷിന്റെ വീട്. എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയില്ല. സ്കൂളിൽ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു സോനുവിന് പറയാനായിട്ട്. പുതിയ കുട്ടികൾ വന്നതും ടീച്ചർ പഠിപ്പിച്ചതും അങ്ങനെ ഒരുപാട്. എയ്റോപ്ലെയിൻ ക്ലാബ് പഠിപ്പിച്ചു.